ജപ്പാനിലെ ജയിൽ നിയമങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജപ്പാനിലെ ജയിൽ നിയമങ്ങളെ കുറിച്ചിട്ട് കേട്ടാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ജപ്പാനിലെ തടവുകാർ സെല്ലിനകത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് മലർന്നു കിടന്ന് മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ എന്നൊരു നിയമം ജയിലുകളിലുണ്ട്. തടവുകാർ ഉറങ്ങുന്ന സമയത്ത് അവരുടെ മുഖം ജയിൽ അധികൃതർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മലർന്നു കിടക്കണം എന്നൊരു നിയമം വന്നത്. അവരുടെ മുഖം പ്രകാശത്തിൽ ഗാർഡുമാർക്ക് കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ജപ്പാനിലെ ജയിലുകളിലെ ആത്മഹത്യ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. രണ്ടാമത്തെ കാര്യം, സ്വന്തം ഇഷ്ടപ്രകാരം ജയിലിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന മുത്തശ്ശന്മാരും മുത്തശ്ശിമാരെ കുറിച്ചാണ്. ജപ്പാനിലെ പ്രായമായവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ജയിലിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന വൃദ്ധന്മാരുണ്ട്. മൂന്നാമത്തെ കാര്യം, ജപ്പാനിലെ ജയിലുകളിലെ തടവുകാർക്ക് സംസാരിക്കാൻ അനുവാദമില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ ഏതെങ്കിലും സെല്ലുകളിൽ ഇരിക്കുന്ന സമയത്തോ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കൈകൾ ഉയർത്തിയിട്ട് ഗാർഡന്മാരോട് അനുവാദം വാങ്ങിയിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. നാലാമത്തെ കാര്യം, ജപ്പാനിലെ ജയിലുകളിലെ വെള്ള ഗ്ലൗസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ജയിൽ അധികൃതർ അല്ലെങ്കിൽ ഗാർഡുമാർ സെല്ലുകളിൽ കയറിയിട്ട് ഒരു വെള്ള ഗ്ലൗസ് ധരിച്ചിട്ട് തറയിലൊക്കെ ഒന്ന് ഉരസി നോക്കിയിട്ട് അഴുക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു വെള്ള ഗ്ലൗസിൽ അഴുക്ക് പുരണ്ടു കഴിഞ്ഞാൽ അടുത്ത ശിക്ഷ ഉണ്ടാകും എന്നൊരു നിയമം കൂടി ജപ്പാനിലെ സെല്ലുകളിലുണ്ട്. അഞ്ചാമത്തെ കാര്യം, ജപ്പാനിലെ വധശിക്ഷകളെ കുറിച്ചിട്ടാണ്. ജപ്പാനിലെ വധശിക്ഷകൾ അല്ലെങ്കിൽ തൂക്കുകയറുകൾ അങ്ങേയറ്റം രഹസ്യമായിട്ടാണ് നടപ്പിലാക്കുന്നത് എന്നൊരു നിയമമുണ്ട്. തൂക്കിലേറ്റാൻ പോകുന്ന ആൾക്ക് പോലും എപ്പോഴാണ് അയാളുടെ വധശിക്ഷ നടപ്പാക്കുന്നു എന്നറിയില്ല. തൂക്കിലേറ്റുന്ന അന്ന് രാവിലെ മാത്രമേ ആ ഒരു പ്രതിയോട് ഇന്നാണ് നിങ്ങൾ തൂക്കിലേറ്റാൻ പോകുന്നു എന്നുള്ള കാര്യം പറയുന്നത്. വധശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം മാത്രമേ ബന്ധുക്കളോട് പോലും ഈ ഒരു കാര്യം പറയുള്ളൂ എന്നൊരു നിയമം ജപ്പാനിലുണ്ട്. നിങ്ങൾ ജപ്പാനിലെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ.